UDFും BJPയും വിചാരിച്ചിട്ടല്ലല്ലോ ആയിരക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കി വൻകിട കുത്തകകൾ കേരളത്തിൽ ആശുപത്രികൾ തുടങ്ങാൻ വേണ്ടി വരുന്നത്. ഈ സർക്കാരിൻ്റെ നയം മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ രംഗത്ത് നമ്മളൊരു കാര്യം ആലോചിക്കണം. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. അടുത്ത 20-25 കൊല്ലത്തെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാവുന്ന ബിസിനസ് ആശുപത്രിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ബിസിനസ്സാണ്. അവിടെയാണ് വൻകിട കുത്തകകൾ കേരളത്തിൽ കൈവച്ചിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആശുപത്രികളല്ലേ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അവിടെയും ഇത്തരം സംവിധാനം അല്ല, അവരിങ്ങോട്ട് വരുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അവർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നേ ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ നമ്മൾ രക്ഷിതാക്കളും നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്തത്? എല്ലാവരും ചേർന്ന് നമ്മളെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ അയക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗുണമുണ്ടായി. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഒരു മന്ത്രി പോകുന്നുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രി പോയിട്ടുണ്ടോ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നൽകുന്ന സന്ദേശം എന്താണ്? വളരെ വ്യക്തമാണ്.